ഹായ് ഫ്രണ്ട്സ്, ഇന്നപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിഴങ്ങ് കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കടുകെണ്ണയാണ്. നമുക്ക് ഇച്ചിരി കടുകെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാവേ. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പെരിഞ്ജീരകവും ചെറിയ ജീരകവുമാണ് ഞാൻ ഇട്ടത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇടാവേ. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ഞാൻ ഇടുവാണേ. ഞാൻ ഇച്ചിരി കൂടുതൽ മുളക് യൂസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ ഇടും കുരുമുളക് പൊടി. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ തന്നെ പൊടിച്ചു വെച്ച് ഒരു ഗരം മസാലയുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി മസാലയില്ലേ, ബിരിയാണിക്ക് ഇടുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഉള്ള ഒരു കൂട് കിട്ടിയല്ലേ ചെറുതായിട്ടുള്ള, അത് ഞാൻ മൊത്തത്തിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്നിങ്ങനെ വേവിക്കാവേ. വേറെ പൊടികളൊന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ നമുക്ക് പൊടി വറക്കാണ്ടും പിന്നെ ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ പൊടികളൊന്നും വറക്കാറില്ല കറി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഒരു സാധനവും അങ്ങനെ ഈ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും വഴറ്റാറില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവോള ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്
ഞാൻ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതും കൂടി ആഡ് ചേർക്കുവാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഏകദേശം ഒരു 3 അല്ലി, കുറച്ച് ഒരു ടേസ്റ്റിന് മാത്രം. അതിൻ്റെ ഒരു സ്മെല്ല് നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നുപോയായിരുന്നേ. ഞാനൊരു ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണേ. കുറച്ച് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുക. എളുപ്പത്തിലുണ്ടാകും, വേഗത്തിൽ പെട്ടെന്ന്. ഞാനിപ്പം ഇത് ഈ കിഴങ്ങ് ഇവിടെ വേവിക്കാൻ വെച്ച സമയത്താണ് ഈ സവോള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും പിന്നെ എല്ലാം ചെയ്തത്. അപ്പം ഈസി ആയിട്ട് എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇഷ്ടം. അപ്പം നമ്മളൊന്നും കൂടെ അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കും. ഓൾമോസ്റ്റ് കിഴങ്ങെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം ഈ ഉള്ളിയും തക്കാളിയും കൂടി ഒന്നും കൂടി ഒന്ന് റെഡിയാവാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അവസാന ഘട്ട 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണേ. അത് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പം നമുക്കൊന്നും കൂടി തുറന്ന് നോക്കിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കറിക്കും തന്നെ ഇച്ചിരി ടൊമാറ്റോ സോസ് വയ്ക്കുവേ. നമ്മളതിങ്ങനെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. പിന്നെ കണ്ടില്ലേ കറിയുടെ കളറൊന്നും, ഞാൻ ആകെ ഒരു ഇച്ചിരി പൊടികളെ ഇട്ടിട്ടുള്ളൂ. പക്ഷെ ആ കളറുകളെല്ലാം നല്ല കറക്റ്റ് ആണ്. കറിയൊക്കെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നല്ലോണം വെന്തിട്ടുണ്ട് എന്നൊക്കെ അതില്ലേ ചെടിക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് കിഴങ്ങൊക്കെ പയ്യൊന്ന് പൊടിയുന്നുണ്ട്. പക്ഷെ നമ്മളധികം ഇളക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു മിൽക്കാണിത്. ഈ മിൽക്ക് അതുകൊണ്ട് ഞങ്ങൾ ഒഴിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പാൽ വയ്ക്കാവേ.
ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്കൊന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ചെറിയ തിള വരുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. നമുക്ക് അതിൻ്റെ എൻഡിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അപ്പോൾ അവസാനമായപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു.